ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വൺ ലൈഫ് ബൈ ലെച്ചൂസ്. അപ്പോൾ ഇന്നൊരു സൺഡേ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഇതേ രാവിലെ തന്നെ ഞങ്ങൾ എണീറ്റു, ഫ്രഷായി എല്ലാം കഴിഞ്ഞ് ഞാൻ രാമനൊന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകാൻ കേട്ടോ. അപ്പോൾ രാവിലെ എണീറ്റപ്പോൾ തന്നെ ഞങ്ങൾ അതിന് വേണ്ടി ഇറങ്ങി. അപ്പോൾ അജുനെ ഞങ്ങൾ കൊണ്ടുപോകണുണ്ടായിരുന്നില്ല, അതിനുവേണ്ടി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനും അച്ഛനും രാമനും കൂടി പോയാൽ മതി എന്നാണ് വിചാരിച്ചത്. പിന്നെ 8 മണിയായിട്ടുള്ളൂ, അപ്പോഴേക്കും നല്ല വെയിലും നല്ല ഇതൊക്കെ ആയിട്ട് ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ അജു ഒട്ടും സമ്മതിക്കാണ്ടായപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഞങ്ങൾ പോയി വരുമ്പോഴേക്കും ഭയങ്കര കരച്ചിലായിരിക്കും. അങ്ങനെ ഫൈനലി അവനെ റെഡിയാക്കി അങ്ങനെ ഞങ്ങൾ ഇറങ്ങി. ഇല്ലെന്നുണ്ടെങ്കിൽ അജു കരഞ്ഞ് പിന്നെ ഒന്നിനും സമ്മതിക്കില്ല. പിന്നെ വെറുതെ അവനെ കരയിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് പിന്നെ അവനെയും കൂട്ടി കേട്ടോ. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഞാൻ മുന്നിട്ടൊരു വീഡിയോയിൽ എനിക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പോയപ്പോൾ കാണിച്ച ലാബിൽ തന്നെയാണ് കേട്ടോ രാമനെയും കൊണ്ട് പോകുന്നത്. അപ്പോൾ അവിടെയാണ് നമുക്കൊരു കംഫർട്ടബിളാണ്, അറിയാവുന്നതാണ് അങ്ങനെ. പിന്നെ ഇത് ഈ കാണുന്ന പള്ളി കണ്ടോ, എനിക്ക് അജു ഫ്രണ്ടിൽ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് എനിക്ക് മര്യാദയ്ക്ക് എടുക്കാൻ പറ്റില്ല. ഇതാണ് സെൻറ്റ് അംബ്രോസ് പുണ്യാളൻ്റെ പള്ളി കേട്ടോ. നമ്മുടെ കേരളത്തിൽ ആകെ ഒരു അംബ്രോസ് പുണ്യാളൻ്റെ പള്ളിയുള്ളത് എടവനക്കാടാണ് കേട്ടോ. അതായത് എറണാകുളം ജില്ലയിൽ വൈപ്പിൽ എടവനക്കാട് എന്ന സ്ഥലത്ത്. അപ്പോൾ ഈ പള്ളിയിൽ കേട്ടോ മാതാവ് പ്രത്യക്ഷപ്പെട്ട പള്ളിയാണ് കേട്ടോ അത്. അങ്ങനെ അതേ ഞങ്ങൾ ലാബിലെത്തി. ഇത് മെഡിക്കൽ ഷോപ്പാണ്, കുറച്ചും കൂടി അപ്പുറമാണ് കേട്ടോ ലാബ്. ഞായറാഴ്ച ആണെങ്കിലും ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ റൂട്ടിൽ, നല്ല 2 വീലറും വണ്ടിയും കാര്യങ്ങളൊക്കെ. അങ്ങനെ ഞങ്ങൾ ലാബിൽ കയറി. അപ്പോൾ അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തു. അപ്പോൾ അവിടെ ഒരു ചേച്ചി ഉള്ളതുകൊണ്ട് നമുക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. കുറച്ച് നേരം. അപ്പോൾ ഞങ്ങൾ ലാബിൽ പോയിട്ട് തിരിച്ച് വന്നിട്ടോ. പക്ഷെ ബ്ലഡ് എടുക്കാൻ പറ്റിയില്ല, അവിടെ നല്ല തിരക്കും. പിന്നെ അവിടെ ഒരു ചേച്ചി മാത്രമല്ലേ ഉണ്ടായുള്ളൂ. അപ്പോൾ ഞങ്ങളോട് നാളെ വരാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ വന്ന് കയറി. ഹലോ ഗീസ്. അങ്ങനെ വീട്ടിൽ തിരിച്ചെത്തിയതിന് ശേഷമാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങൾ നോക്കണം. അപ്പോൾ ഇന്ന് മസാല ദോശയും ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഉരുളക്കിഴങ്ങ് വേവിച്ചെടുത്തിട്ട് അമ്മ എന്നോടത് ശരിയാക്കി തരാൻ വേണ്ടി പറഞ്ഞിട്ട് വെക്കണം. അപ്പം നല്ല ചൂടായതുകൊണ്ട് ഞാൻ ഫോർക്ക് വെച്ചിട്ട് അതിൻ്റെ തൊലിയൊക്കെ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണേ. അപ്പോൾ മസാല ദോശയും ചമ്മന്തിയായിരുന്നു നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ്. അപ്പം ഞാൻ എല്ലാ ദിവസവും രാവിലെ മുന്തിരി വെള്ളത്തിലിട്ട് കഴിക്കും കേട്ടോ. അത് എനിക്ക് ചെറിയൊരു ബ്ലഡ് കുറവുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് ബ്ലഡ് ഉണ്ടാവാനും അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ മുന്തിരി നല്ലതാണല്ലോ. അപ്പോൾ ഇതിൽ 2 മുന്തിരിയും കൂടി മിക്സ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ, വൈറ്റും മറ്റേ ബ്ലാക്കും. അങ്ങനെ 2 മുന്തിരിയും കൂടിയാണ്. അങ്ങനെ അതേ ഫൈനലി ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയായി. നമ്മളിത് ചമ്മന്തിയും മസാല ദോശയും കഴിച്ചു. പിന്നെ രാമന് നല്ല ചുമയായിരുന്നു കുറച്ച് ദിവസമായിട്ട്. അപ്പോൾ ഞാൻ അവന് നെബുലൈസേഷൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ മാസ്ക് വെച്ച് പിടിക്കണവന് ഇഷ്ടമല്ല. എൻ്റെ ഹസ്ബൻഡ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ സൺഡേ മാത്രമേ ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ കിട്ടാറുള്ളൂ. ഞാനും അച്ഛനും ഹസ്ബൻഡും പിള്ളേരെല്ലാവരും കൂടി സംസാരിച്ചിരിക്കുകയാണ്. അപ്പോൾ അതെ അജുവിന് ഭയങ്കര നിർബന്ധം, ചേട്ടന് ഞാൻ തന്നെ പിടിച്ചു കൊടുക്കുന്നു, ഭയങ്കര കരച്ചിലായിരുന്നു. ഫൈനലി അവൻ്റെ കയ്യിൽ ഞാനത് കൊടുത്ത് അപ്പോൾ ചേട്ടന് നെബുലൈസേഷൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്ടോ. ഇത് കാണുമ്പോൾ വിചാരിക്കും രണ്ടുപേരും ഭയങ്കര സ്നേഹമാണ്. എന്നാൽ അങ്ങനെയല്ല, എന്തെങ്കിലും എടുത്താൽ 2 പേരും നല്ല തല്ലുപിടുത്തമാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുറച്ച് തുണിയൊക്കെ വിരിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അമ്മയും പിള്ളേരും കൂടി മുകളിൽ പോയപ്പോൾ ഞാനും അവരുടെ പുറകെ പോയിട്ടോ. എൻ്റെ വീട്ടിൽ 2-3 അടക്കാമരമുണ്ടേ. അപ്പോൾ അതിൽ നിന്ന് ഇപ്പോൾ അടക്ക ഇങ്ങനെ കൊഴിഞ്ഞ് വീഴുമ്പം അച്ഛൻ താഴെ നിന്നിങ്ങനെ അടക്ക മുകളിലോട്ട് ഉണങ്ങാൻ വേണ്ടിയിട്ട് എറിഞ്ഞിടുന്നതാണ്. അതാണ് ഈ അടക്ക മൊത്തം ഇങ്ങനെ കിടക്കണത് കേട്ടോ. അപ്പോൾ അതേ അടക്ക 2 പേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞിട്ട് അജുവിൻ്റെ മുഖത്ത് കൊണ്ട് അതിൻ്റെ കരച്ചിലാണ് കേട്ടോ. മുകളിലധികം ഞാൻ കയറ്റാറില്ല, ഇവന്മാർ ഇങ്ങനെയൊക്കെ കയറി നിൽക്കുന്നതുകൊണ്ട് അധികം കയറ്റാറില്ല. പിന്നെ അതേ തുണിയൊക്കെ വിരിച്ച് കഴിഞ്ഞു. പിന്നെ അതിന് വെറുതെ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നു. പിന്നെ അത് ഉച്ചയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയമായി. വെജിറ്റബിൾ ബിരിയാണി ആയിരുന്നു കേട്ടോ. ഇതിൻ്റെ ഷോട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്, കാണാത്തവർ പോയി കാണണം കേട്ടോ. ബിരിയാണി ഉണ്ടാക്കണം, അതിൻ്റെ ഷോട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കുറേ നേരം പിന്നെ അതൊക്കെ കഴിച്ചതിന് വീണ്ടും വെറുതെ ഇരുന്ന് ഫോണൊക്കെ കണ്ടു. അതിന് വൈകുന്നേരം ഒരു 3:30-4 മണിയായപ്പോൾ ഞങ്ങൾക്കൊന്ന് പുറത്ത് പോകാനുണ്ടായിരുന്നു. പിള്ളേരെ കൂട്ടിയില്ല, ഞാനും അച്ഛനും കൂടിയാണ് കേട്ടോ പുറത്ത് പോകണം. ഒന്ന് ലൈനിങ് എടുക്കണമായിരുന്നു, ATM പോകണമായിരുന്നു. അങ്ങനെ ഒന്ന് കടയിലൊക്കെ പോകേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. അങ്ങനെ അത് ലൈനിങ് എടുക്കാൻ വേണ്ടി ഞാൻ മുന്നത്തെ വീഡിയോയിൽ ഇട്ടിരുന്ന കടയിൽ തന്നെയാണ് വന്നേക്കണത്. ഞങ്ങൾ എടവനക്കാടുള്ള ടാലിസ്മാൻ. ഇത് അവരുടെ മെറ്റീരിയലുള്ള സെക്ഷനാണ് കേട്ടോ അവിടുത്തെ. അപ്പോൾ അത് എനിക്ക് വേണ്ടത് ക്രേപ്പിൻ്റെ മെറ്റീരിയൽ 2 മീറ്റർ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ നോൻപാണെന്ന് പറഞ്ഞല്ലോ, അങ്ങനെ അച്ഛന് മുണ്ടും ഒരു തോർത്തും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അത് വീട്ടിൽ വന്നു. വീട്ടിൽ വന്നപ്പോൾ ഇന്ന് എൻ്റെ വീട്ടിൽ കുടുംബശ്രീ ഉണ്ട്. അപ്പോൾ കുടുംബശ്രീക്ക് വേണ്ടി കസേരയൊക്കെ ചേച്ചിമാർ വരുമല്ലോ, അവർക്ക് ഇരിക്കാൻ വേണ്ടി കസേരയൊക്കെ റെഡിയാക്കി ഇടലായിരുന്നു. അങ്ങനെ അത് 2 പേരും കയറി ഇരിപ്പുണ്ട്. പിന്നെ അച്ഛനെ കൊണ്ട് ഞാൻ കടി വാങ്ങിപ്പിച്ചിട്ടുണ്ട്. ഞാൻ തിന്ന് കഴിഞ്ഞിട്ടാണ് വീഡിയോ എടുക്കുന്ന കാര്യം ഓർത്തത്. അപ്പോൾ അതേ പഴംപൊരിയും സമൂസയൊക്കെ ആയിരുന്നു, നല്ല ചൂടുണ്ടായിട്ടോ. അങ്ങനെ ചായ, അങ്ങനെ പരിപാടിയൊക്കെ അതിന് അടുത്ത വീട്ടിലെ വിമലാമ്മയും അമ്മയും ഞാനും പിള്ളേരെ കൂടി വർത്തമാനം പറഞ്ഞ് ഇരിക്കേണ്ട. സൺഡേ മാത്രമേ ഇങ്ങനെ ഉണ്ടുള്ളൂ. ഇവർക്ക് വീഡിയോയിൽ വരാൻ താല്പര്യമില്ല, അതാണ് ഞാൻ അധികം വീഡിയോ എടുക്കാനത്. പിന്നെ ഞാനും രാമനും പിള്ളേരെയൊക്കെ കൊണ്ട് ഞങ്ങൾ കിടക്കാൻ കയറി ഫുഡൊക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ കിടക്കുകയാണ് കേട്ടോ. ബായ്. പിന്നെ
എന്താ ഞാൻ പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെയാണ് കിടന്നത്. പിന്നെ അതൊക്കെ ഒന്ന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ഇത് പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ, അതായത് തിങ്കളാഴ്ച രാവിലെയാണ്. ഞാൻ പറഞ്ഞില്ലേ സൺഡേ കൊണ്ടുപോയിട്ട് അവനെ കൊണ്ട് ബ്ലഡ് എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ അത് പിറ്റേ ദിവസം ബ്ലഡ് എടുത്തു. ആദ്യം കുത്തിയപ്പോൾ ഇത്തിരി കിട്ടിയുള്ളൂ, പിന്നെ രണ്ടാമതും കുത്തേണ്ടി വന്നു. രണ്ടാമത് കുത്തിയപ്പോൾ കിട്ടിയില്ല, ആവശ്യത്തിന് ബ്ലഡ് കിട്ടിയില്ല. ടെസ്റ്റ് പറ്റണവർ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ വിട്ടു. പിന്നെ അവർ നോക്കി രണ്ടാമത് വീണ്ടും ഒന്ന് എടുക്കാൻ പറ്റുമെന്ന്, പക്ഷേ പറ്റിയില്ല കേട്ടോ. ഞാൻ അവന് സ്കൂളിൽ പോകാനുള്ളതുകൊണ്ട് റെഡിയാക്കി എല്ലാം കഴിഞ്ഞിട്ടാണ് കൊണ്ടുപോയത്. പിന്നെ അവരിത് വെള്ളമൊക്കെ കൊടുത്ത് നോക്കി, പക്ഷെ നമുക്ക് വേണ്ട അത്രയുള്ള അളവിലുള്ള ബ്ലഡ് കിട്ടിയില്ല കേട്ടോ. അപ്പോൾ ഈ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.